പവി കെയർ ടേക്കർ, നമ്മുടെ ദിലീപിൻ്റെ പുതിയ പടം ഞാൻ കണ്ടു. പടത്തെക്കുറിച്ചുള്ള വിശേഷം പറയുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ കുറച്ച് ക്രെഡിറ്റ് ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കട്ടെ. അവർ കുറച്ച് കഷ്ടപ്പെട്ടല്ലോ. ഡയറക്ഷൻ വിനീത് കുമാർ ഇതിനകത്ത് ചെറിയൊരു ഭാഗം ക്ലൈമാക്സിൽ ചെയ്യുന്നുണ്ട്. എല്ലാം പറയാം, വെയിറ്റ് ചെയ്യും. പിന്നെ എഴുതിയത് രാജേഷ് രാഘവൻ, എനിക്ക് വലിയ പിടുത്തമില്ല. പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ദിലീപ് തന്നെ. വേറെ പ്രൊഡ്യൂസറൊന്നും ഇനിയിപ്പോൾ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ആൾ തന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മ്യൂസിക് മിഥുൻ മുകുന്ദൻ. ഇനി കാസ്റ്റിനെ കുറിച്ച് പറയാം. നമുക്കറിയാവുന്നൊരു വെറും 4-5 പേര് മാത്രമേ ഇതിനകത്തുള്ളൂ. ദിലീപ്, നമ്മുടെ ജോണി ചേട്ടൻ, രാധിക ശരത് കുമാർ, ധർമ്മജൻ എന്തിനാ ഈ പടത്തിലെടുത്തതെന്ന് ഒരു പിടിയില്ല. ഇനി പടത്തെക്കുറിച്ച് പറയാം. ഇതേപോലൊരു ബോറ് പടം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. റിംഗ് മാസ്റ്ററിൽ എനിക്ക് വന്ന അതേ പട്ടി ഇഞ്ഞെടുത്തിട്ട് അതിൻ്റെ കുറച്ച് സീൻസും ബോഡി ഗാർഡിലുള്ള ആ ഒരു ജോണർ ഉണ്ടല്ലോ, അതായത് ലവർ ആരാന്നറിയുന്നില്ല, ആള് പ്രേമിക്കുന്നു, അങ്ങനെ അതേ മോഡൽ കോപ്പി അടിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു അവിയല് പോലൊരു പടം എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലെ 15 മിനിറ്റ് ആണെങ്കിൽ എൻ്റെ പൊന്നു പെറ്റത്തള്ള സഹിക്കത്തില്ല. എന്നതാ കാണിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ പൊന്ന് ദിലീപേട്ടൻ്റെ ഈ പഴയ സ്വന്തമായിട്ട് മുളകൊടി എടുത്തിടുന്നു, സ്വന്തമായിട്ട് കൈ കൊണ്ട് ഡോറിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് കിടന്ന് അലയ്ക്കുന്നു. ഈ കോമഡിയൊക്കെ കണ്ട് മടുത്ത് നമുക്കിപ്പോൾ ഇതൊന്നും കണ്ട ചിരി വരത്തില്ല. എൻ്റെ പൊന്ന് ദിലീപേട്ട, നല്ല ക്രിയേറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് തപ്പാൻ നോക്ക്, സീരിയസ്ലി. ഇല്ലെങ്കിൽ ഇനി പടം എടുത്തിട്ട് ഒരു ഗുണമില്ല. അപ്പോൾ എനിക്കിനി പറയാനുള്ള ഈ പടത്തെക്കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ആവശ്യമില്ല, വെയിറ്റ് ചെയ്യുക. ഞാൻ തിയേറ്ററിൽ പോയല്ല കണ്ടത്, നമ്മൾ കണ്ട സോഴ്സൊക്കെ വേറെ. ബിക്കോസ് എനിക്കറിയായിരുന്നു ഉണ്ണിയെ കാണുമ്പോൾ അറിയാലും ഊരിലെ പഞ്ഞ. അതുകൊണ്ട് ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പടം എങ്ങനെ ആയിരിക്കുമെന്ന്. നിങ്ങളുടെ 2.5 മണിക്കൂർ നിങ്ങൾ കൊണ്ടുപോയി പാഴാക്കലെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഈ പടത്തിന് നമുക്ക് 5-ൽ ഒരു 1.5 കൊടുക്കാം. ഇനി അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.